നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് മാറ്റാൻ സിൽഡനാഫിലും ടെഡലാഫിൽ പോലത്തെ ഗുളികകൾ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഇഞ്ചെക്ഷൻസ് ഒന്നും എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, സർജറിയിലേക്കൊന്നും പോകാനും ഇഷ്ടമില്ലെങ്കിൽ, ഇന്നത്തെ വീഡിയോയിൽ ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഒരു ഉപകരണത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ വാക്വം ഇറക്ഷൻ ഡിവൈസസിനെ കുറിച്ചാണ്. എന്താണ് ഈ വാക്വം ഇറക്ഷൻ ഡിവൈസസ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, വില എത്രയാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോ4ഡിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. പുരുഷന്മാർക്ക് നടക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പീനിസിലേക്ക് കൂടുതൽ രക്തഓട്ടം വരുന്ന സമയത്ത് ഇറക്ഷൻ ഉണ്ടാവും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരെ അലട്ടുന്ന പ്രധാന ഒരു സെക്ഷൽ പ്രോബ്ലമാണ്. ഇത് ചികിത്സിക്കാൻ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. എന്തെങ്കിലും അണ്ടർലൈങ് കോസസ് കാരണമാണ് ഇറക്ഷൻ പ്രോബ്ലംസ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ ചികിത്സിക്കുന്നതും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. പലതരത്തിലുള്ള ടാബ്ലറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഫോസ്ഫോഡയസ്ട്രേസ് 5 എൻസൈം ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് സിൽഡനാഫിൽ അല്ലെങ്കിൽ വയഗ്ര, ടെഡലാഫിൽ, എവനാഫിൽ എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സിനെ കുറിച്ചും ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും ഈ ചാനലിൽ തന്നെ ഞാൻ പല വീഡിയോസും മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാർഡ്സിൽ നിങ്ങൾക്ക് ആ വീഡിയോസിനൊക്കെ ലിങ്ക് കാണാവുന്നതുമാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് വാക്വം ഇറക്ഷൻ ഡിവൈസസിനെ കുറിച്ചാണ്. ഈ കാണുന്നതാണ് വാക്വം ഇറക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇതൊരു സിലിണ്ടറിക്കൽ ഡിവൈസാണ്. പീനിസിൻ്റെ മുകളിൽ ഫിറ്റ് ആവുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിവൈസസ് വർക്ക് ചെയ്യുന്നത് പീനിസിൽ ഒരു നെഗറ്റീവ് പ്രഷർ അഥവാ വാക്വം ഉണ്ടാക്കിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു റിങ്ങും ഉപയോഗിക്കുന്നുണ്ട്. നെഗറ്റീവ് പ്രഷർ അഥവാ വാക്വം ഉണ്ടാക്കുന്നത് ഒന്നിക്കൽ ഒരു മാനുവൽ പമ്പ് ഉപയോഗിച്ചിട്ട്, ഇല്ലെങ്കിൽ മറ്റു ചില ഡിവൈസസ് ബാറ്ററി ഓപ്പറേറ്റഡോ ആണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് പ്രഷറിൻ്റെ സമയത്ത് പീനിസിലേക്ക് രക്തോട്ടം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇറക്ഷൻ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മളൊരു റിങ് പീനിസിൻ്റെ ബേസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിങ് ഉപയോഗിക്കുന്ന സമയത്ത് 30 മിനിറ്റ് വരെ ഇറക്ഷൻ പീനിസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഇനി വാക്വം ഇറക്ഷൻ ഡിവൈസസ് നിങ്ങൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട സ്റ്റെപ്സ് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഡിവൈസ് പീനിസിൻ്റെ മുകളിൽ ധരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് ഏത് തരത്തിലുള്ള ഡിവൈസാണോ അതിനനുസരിച്ച് നമുക്ക് നെഗറ്റീവ് പ്രഷർ അഥവാ വാക്വം ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ വാങ്ങിച്ചത് മാനുവൽ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ആ മാനുവൽ പമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാറ്ററി ഓപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വെറും ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് പ്രഷർ പീനിസിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇറക്ഷൻ വന്നു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഇതേ ഡിവൈസിൻ്റെ മുകളിലൂടെ തന്നെ കൺസ്ട്രക്ഷൻ റിങ് സ്ലൈഡ് ചെയ്ത് പീനിസിൻ്റെ ബേസിൽ എത്തിക്കേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായും കൺസ്ട്രക്ഷൻ റിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഇറക്ഷൻ പീനിസിൽ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പിലും ഉപയോഗിച്ച് സിലിണ്ടർ റിമൂവ് ചെയ്യാം. ഇറക്ഷൻ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത 30 മിനിറ്റ് വരെ നിലനിൽക്കുന്നതായിരിക്കും. ഈ സമയത്ത് ബന്ധപ്പെടാവുന്നതുമാണ്. ഇനി ആരൊക്കെയാണ് വാക്വം ഇറക്ഷൻ ഡിവൈസസ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഉദാഹരണക്കുറവിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല നമ്മൾ വാക്വം ഇറക്ഷൻ ഡിവൈസസ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർലൈൻ കോസസിൻ്റെ കറക്ഷനാണ്. പ്രമേഹം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കാം. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിൽഡനാഫിലും ടെഡലാഫിലും എല്ലാം. ഇത്തരത്തിലുള്ള മെഡിസിൻസും വർക്ക് ചെയ്യുന്നത് പീനിസിലേക്കുള്ള രക്തോട്ടം കൂട്ടി ഇറക്ഷൻ കൂടുതൽ സമയം നിലനിർത്തിയിട്ടാണ്. എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഇറക്ഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള വാക്വം ഇറക്ഷൻ ഡിവൈസസ് ഉപയോഗിക്കാവുന്നതാണ്. സിവിയർ ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസ് ഉള്ളവർക്കും ഇത്തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിക്കാം. പ്രമേഹം കാരണം ഉണ്ടാവുന്ന സിവിയർ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഉണ്ടാകുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ ഉപയോഗിക്കാം. പ്രോസ്റ്റേറ്റിൻ്റെ സർജറി ചെയ്തവർക്ക് ആ സർജറി ചെയ്തത് കാരണം ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇവർക്കും ഇത്തരത്തിലുള്ള ഡിവൈസസ് യൂസ്ഫുൾ ആണ്. സ്പൈനൽ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണവും ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇവർക്കും വാക്വം ഇറക്ഷൻ ഡിവൈസസ് യൂസ്ഫുൾ ആണ്. ചില പുരുഷന്മാർക്ക് സിൽഡനാഫിലും ടെഡലാഫിലും പോലത്തെ മരുന്നുകൾ കഴിക്കാൻ പറ്റാറില്ല. ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവർക്കും ഇത്തരത്തിലുള്ള ഡിവൈസസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ഡിവൈസസ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് യൂറോളജിസ്റ്റിനെയാണ്. നിങ്ങൾക്ക് ഓൺലൈനായി യൂറോളജിസ്റ്റുമായി സംസാരിക്കാൻ ഡോ4ഡി പോലത്തെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലോകത്തിന് എവിടുന്ന് വേണമെങ്കിലും ഇത്തരത്തിലുള്ള യൂറോളജി കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ do4d.com വെബ്സൈറ്റോ വിസിറ്റ് ചെയ്യുക. ഓൺലൈനായിട്ടും ഇത്തരത്തിലുള്ള ഡിവൈസസ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. മാനുവൽ പമ്പ് ഉപയോഗിക്കുന്ന വാക്വം ഇറക്ഷൻ ഡിവൈസസിൻ്റെ വില എന്ന് പറയുന്നത് 2500 മുതൽ 5000 rupees വരെയാണ്.
അതേസമയം ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വാക്വം ഇറക്ഷൻ ഡിവൈസസിൻ്റെ വില എന്ന് പറയുന്നത് 5,000 മുതൽ 10,000 അതിൻ്റെ മുകളിലേക്കൊക്കെയാണ്. ഓൺലൈനായി ഇത്തരത്തിലുള്ള ഡിവൈസസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സർജിക്കൽ സ്റ്റോറിൽ അന്വേഷിച്ചാലും ഇത്തരത്തിലുള്ള ഡിവൈസസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. അധികം ആൾക്കാർക്കും ഇത് ഈസിലി ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലർക്ക് ഇത് കൃത്യമായിട്ടും ഉപയോഗിച്ചില്ലെങ്കിൽ വേദന ഉണ്ടാവാം, ചെറിയ തരത്തിലുള്ള ബ്രൂസസ് ഉണ്ടാവാം. കൂടുതൽ സമയത്തേക്ക് ഇത് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പീനിസിൻ്റെ ടിഷ്യൂവിൽ ഇത് കാരണം ഡാമേജസ് ഉണ്ടാവാം. ഇത് കൃത്യമായിട്ടും ഉപയോഗിച്ചില്ലെങ്കിൽ ചിലർക്ക് പീനിസിൻ്റെ ഭാഗത്ത് നംബ്നെസ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടാം, തണുപ്പ് പോലെ അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പീനിസിൻ്റെ മുകളിൽ പെറ്റിക്ക കാണാം. പെറ്റിക്ക എന്ന് പറഞ്ഞാൽ റെഡിഷ് സ്പോട്ട്സ് ആണ്. പീനിസിലുള്ള ചെറിയ രക്തക്കുഴലായിട്ടുള്ള കാപ്പിലറീസ് പൊട്ടുന്നത് കാരണമാണ് ഇങ്ങനെ പെറ്റിക്ക കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പഠിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് യൂറോളജിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിവൈസസ് ഒഴിവാക്കേണ്ടതെന്ന് പറയാം. രക്തം കട്ട പിടിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് ബ്ലഡ് കോയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, സിക്കിൾ സെൽ അനീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിവൈസസ് ഒഴിവാക്കേണ്ടതാണ്. ആൻറ്റി കോയാഗുലൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള വാർഫാരിൻ പോലത്തെ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം വാക്വം ഇറക്ഷൻ ഡിവൈസസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പീനിസിൻ്റെ സ്ട്രക്ചറിൽ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ ചില ഉദാഹരണമാണ് പിറോണീസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഉള്ളവർക്കും വാക്വം ഇറക്ഷൻ ഡിവൈസസ് ഉപയോഗിക്കാൻ സാധിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ വാക്വം ഇറക്ഷൻ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മരുന്നുകൾ കഴിക്കാതെയും സർജറി ചെയ്യാതെയും ഇഞ്ചെക്ഷൻസ് എടുക്കാതെയും ഇറക്ഷൻ ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത്തരത്തിലുള്ള ഡിവൈസസ് കുറേ പേർക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ മറ്റേത് തരത്തിലുള്ള മെഡിക്കൽ ഡിവൈസ് പോലെ തന്നെയാണ് വാക്വം ഇറക്ഷൻ ഡിവൈസസും. ഇതിൻ്റെ പ്രോപ്പർ യൂസേജ് പഠിക്കേണ്ടതാണ്. മെഡിക്കൽ ഗൈഡൻസും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് അത് കുറച്ച് നിർത്താൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഇറക്ഷൻ പ്രോബ്ലംസിനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇറക്ഷൻ പ്രോബ്ലംസ് മാത്രമല്ല, ഹോർമോണൽ പ്രോബ്ലംസും സെക്ഷുവൽ ഹെൽത്തിനെ കുറിച്ചും ഈ ചാനലിൽ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.